Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. വിജയ് അണ്ണ, കൺഗ്രാറ്റ്സ് ഓൺ യുവർ ഫസ്റ്റ് ഒഫീഷ്യൽ സ്കാം. ഒഫീഷ്യൽ എന്നുള്ള അർത്ഥം ഔദ്യോഗികമായ എന്നുള്ള അർത്ഥമാണ്. സ്കാം എന്നാൽ അഴിമതി. നിങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക അഴിമതിക്ക് അഭിനന്ദനങ്ങൾ. ഇവിടെ കൺഗ്രാറ്റ്സ് എന്നുള്ളത് കൺഗ്രാജുലേഷൻസ് എന്നതിൻ്റെ ചുരുക്കമാണ്. കൺഗ്രാറ്റ്സ് എന്നാൽ അഭിനന്ദനങ്ങൾ. പോപ്പുലർ ആക്ട്രസ്. പോപ്പുലർ എന്നാൽ പ്രശസ്തമായ, ജനകീയമായ, ജനപ്രീതിയാർജിച്ച, ഇതൊക്കെയാണ് അർത്ഥം. ജനപ്രീതിയാർജിച്ച ആക്ട്രസ്, നടി. ക്രിട്ടിസൈസ് എന്നാൽ വിമർശിക്കുക. ക്രിട്ടിസൈസസ്, വിമർശിക്കുന്നു തമിഴ്നാട് CM വിജയ്. CM എന്നുള്ളത് ചീഫ് മിനിസ്റ്റർ എന്നതിൻ്റെ ചുരുക്കമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയെ വിമർശിച്ചു. പ്രശസ്തയായിട്ടുള്ള ഒരു നായിക വിമർശിച്ചു. നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ട്? ഇത് പറഞ്ഞുകൊണ്ട്, വിജയ് അണ്ണ, നിങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക അഴിമതിക്ക് നന്ദി, ഇത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ചെന്നൈ. ദർ വാസ് എ ബിഗ് ഫസ്. ഫസ് എന്നാൽ ഇവിടെ അർത്ഥം കുഴപ്പം എന്നുള്ള അർത്ഥമാണ്. ഒച്ചപ്പാട്, പ്രക്ഷോഭം, ഇതൊക്കെയാണ് അർത്ഥം. ദർ വാസ് എന്നാൽ ഉണ്ടായിരുന്നു. ദർ വാസ് എ ബിഗ് ഫസ്, ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട്. ഓവർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് അസ്ട്രോളജർ റിക്കി രാധൻ പണ്ഡിറ്റ് വേത്രിവേൽ. അപ്പോയിൻമെൻറ്റ് എന്നാൽ നിയമിക്കൽ. അസ്ട്രോളജർ എന്നാൽ ജ്യോത്സ്യൻ എന്നാണ് അർത്ഥം. ജ്യോത്സ്യനായിട്ടുള്ള റിക്കി രാധൻ പണ്ഡിറ്റ് വേത്രിവേലിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ആരാണ് അദ്ദേഹം? വൺ ഓഫ് വിജയ്സ് ലീഡിംഗ് ആൻഡ് ട്രസ്റ്റഡ് അഡ്വൈസേഴ്സ്. അഡ്വൈസർ എന്നാൽ ഉപദേശകൻ എന്നുള്ള അർത്ഥം, ഉപദേഷ്ടാവ്. ട്രസ്റ്റഡ് എന്നാൽ വിശ്വസ്തനായ. ലീഡിംഗ് ആൻഡ് ട്രസ്റ്റഡ് അഡ്വൈസർ എന്നാൽ പ്രധാനവും വിശ്വസ്തനുമായിട്ടുള്ള ഉപദേഷ്ടാവ്. ആസ് ദി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നാൽ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ എന്നാണ് അർത്ഥം. ചെന്നൈ. വിജയിയുടെ പ്രധാനിയും വിശ്വസ്തനുമായിട്ടുള്ള ഉപദേഷ്ടാക്കളിൽ ഒരായിട്ടുള്ള ജ്യോതിഷ് റിക്കി രാധൻ പണ്ഡിറ്റ് വേത്രിവേലിനെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസറായിട്ട് നിയമിച്ചു. അതിനെ ചൊല്ലി അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും കോലാഹലവും ഉയർന്നു. ഫ്രം ക്രിസനിങ് ദ പാർട്ടി നെയിം. ക്രിസൺ എന്നുള്ള അർത്ഥം പേരിടുക എന്നുള്ള അർത്ഥമാണ്, നാമകരണം ചെയ്യുക. ഫ്രം ക്രിസനിങ് ദ പാർട്ടി നെയിം. പാർട്ടി നെയിം ഇട്ടത് മുതൽ, നൽകിയത് മുതൽ. തമിഴക വെട്രി കഴകം, ഇതാണ് പാർട്ടിയുടെ പേര്. ആ പേര് നൽകിയത് മുതൽ തൊട്ട്. ടു ദ ടൈമിംഗ് ഓഫ് വിജയ് സ്വെയറിംഗ്. സ്വെയർ എന്നാൽ പ്രതിജ്ഞ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സ്വെയറിംഗ് എന്നാൽ പ്രതിജ്ഞ ചെയ്യൽ. വിജയുടെ പ്രതിജ്ഞ ചെയ്യൽ വരെ ആ സമയം, ടൈമിംഗ് എന്നാൽ സമയം, ആ പ്രതിജ്ഞ ചെയ്യുന്ന സമയം മുതൽ. ഇറ്റ് വാസ് പണ്ഡിറ്റ് ഹൂ മെയ്ഡ് ദ ഡിസിഷൻസ്. ഡിസിഷൻസ് എന്നാൽ തീരുമാനങ്ങൾ. ഹൂ മെയ്ഡ് ദ ഡിസിഷൻസ് എന്നാൽ തീരുമാനങ്ങൾ എടുത്ത വ്യക്തി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹമായിരുന്നു, ഈ പണ്ഡിറ്റ് ആയിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പാർട്ടിയുടെ പേര്, ഈ തമിഴക വെത്രി കഴകം എന്നുള്ള പേര് നിശ്ചയിച്ചത് മുതൽ വിജയുടെ സത്യപ്രതിജ്ഞയുടെ സമയം തീരുന്നതുവരെ ആ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഈ പണ്ഡിറ്റായിരുന്നു, ഈ അസ്ട്രോളജർ ആയിരുന്നു. ഹവവർ എന്നാൽ ആഫ്റ്റർ ദ ഡിസിഷൻ, തീരുമാനത്തിന് ശേഷം. ടു അപ്പോയിൻറ്റ് ഹിം ആസ് OSD ബിക്കെയിം കോൺട്രവേഴ്സൽ. കോൺട്രവേഴ്സൽ എന്നാൽ അർത്ഥം തർക്കമുള്ള എന്നാണ് അർത്ഥം, വിവാദപരമായ. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ബിക്കെയിം കോൺട്രവേഴ്സൽ എന്നാൽ വിവാദമായി തീർന്നു. ഡിസിഷൻ ടു അപ്പോയിൻറ്റ് ഹിം ആസ് OSD, അദ്ദേഹത്തെ OSD ആയിട്ട് നിയമിക്കാനുള്ള തീരുമാനം, അത് ബിക്കെയിം കോൺട്രവേഴ്സൽ, അത് വിവാദമായി തീർന്നു. തീരുമാനം വിവാദം ആയതിനെ തുടർന്ന് ദ വിജയ് ഗവൺമെൻറ് വാസ് ഫോഴ്സ്ഡ് ടു വിത്ത്ഡ്രോ ദ മൂവ്.
വാസ് ഫോഴ്സ്ഡ് എന്നാൽ നിർബന്ധിതമായി എന്നുള്ള അർത്ഥമാണ്. വിത്ത്ഡ്രോ എന്നാൽ പിൻവലിക്കുക എന്നുള്ള അർത്ഥമാണ്. മൂവ് എന്നാൽ ഇവിടെ തീരുമാനം എന്നുള്ള അർത്ഥമാണ്, ആ നീക്കം. എന്നാൽ അദ്ദേഹത്തെ OSD ആയിട്ട് നിയമിക്കാനുള്ള തീരുമാനം വിവാദമായി. അതിനെ തുടർന്ന് വിജയ് സർക്കാർ ആ നീക്കം, അദ്ദേഹത്തെ OSD ആയിട്ട് നിയമിക്കാനുള്ള ആ നീക്കം പിൻവലിക്കാൻ നിർബന്ധിതമായി. നൗ ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റാർ ആൻഡ് ആക്ട്രസ് ജൂലി ഹാസ് കം ഔട്ട്. കം ഔട്ട് എന്നാൽ രംഗത്തേക്ക് വരിക എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റാറും നായികയുമായിട്ടുള്ള ജൂലി ഹാസ് കം ഔട്ട്, രംഗത്തേക്ക് വന്നു വിത്ത് എ സ്ട്രോങ് ക്രിറ്റിസിസം, ഒരു ശക്തമായിട്ടുള്ള ഒരു വിമർശനവുമായിട്ട് എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്റിന് എതിരായിട്ട്. ഇപ്പോൾ ബിഗ് ബോസ് താരം കൂടിയായിട്ടുള്ള നടി ജൂലി സർക്കാരിനെതിരെ, ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദ ആക്ട്രസ് ക്രിറ്റിസിസം, നടിയുടെ വിമർശനം. ആ വിമർശിക്കുന്ന വീഡിയോ ബിഗിൻസ് തുടങ്ങുന്നത് ബൈ മോക്കിംഗ്. മോക്ക് എന്നാൽ പരിഹസിക്കുക എന്നുള്ള അർത്ഥമാണ്. ബിഗിൻസ് ബൈ മോക്കിംഗ്, പരിഹസിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വിജയിയെ പരിഹസിച്ചുകൊണ്ട്. ഹിസ് ഫസ്റ്റ് സ്കാം ആഫ്റ്റർ ടേക്കിംഗ് ഓത്ത് ആസ് ദ ചീഫ് മിനിസ്റ്റർ, ഇത് പറഞ്ഞുകൊണ്ടാണ് പരിഹസിക്കുന്നത്. ആഫ്റ്റർ ടേക്കിംഗ് ഓത്ത് എന്നാൽ അർത്ഥം സത്യപ്രതിജ്ഞ എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ ടേക്കിംഗ് ഓത്ത് എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം. ആസ് ദ ചീഫ് മിനിസ്റ്റർ എന്നാൽ മുഖ്യമന്ത്രിയായിട്ട്. സ്കാം എന്നാൽ അഴിമതി. ബിഗിൻസ് എന്നാൽ തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വിജയ് നടത്തിയ ആദ്യത്തെ അഴിമതി എന്ന് പരിഹസിച്ചുകൊണ്ടാണ് നടിയുടെ വീഡിയോ ആരംഭിക്കുന്നത്. അണ്ണ സൂപ്പർ, യു ഹാവ് കമ്മിറ്റഡ് യുവർ ഫസ്റ്റ് ഒഫീഷ്യൽ സ്കാം. ഒഫീഷ്യൽ സ്കാം എന്നാൽ ഔദ്യോഗിക അഴിമതി. യു ഹാവ് കമ്മിറ്റഡ് എന്നാൽ നിങ്ങൾ ചെയ്തു എന്നാണ് അർത്ഥം. അണ്ണ സൂപ്പർ, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക അഴിമതി നടത്തി. അഭിനന്ദനങ്ങൾ. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇൻ പെരിയാർസ് ഐഡിയാസ്. ഐഡിയാസ് എന്നാൽ ആശയങ്ങൾ. പെരിയാറിൻ്റെ ആശയങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്. ആൻഡ് ഓപ്പോസ്, സനാതനധർമ്മ. ഓപ്പോസ് എന്നാൽ എതിർക്കുക. ഞങ്ങൾ സനാതനധർമ്മയെ എതിർക്കുന്നു. പെരിയാറിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ അഭിനന്ദനങ്ങൾ എന്നുള്ളത് പരിഹസിച്ചുകൊണ്ടുള്ള വാക്കാണ്. അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ് എന്നുള്ളത്. ഹവവർ, എങ്കിലും. വി റെസ്പെക്റ്റ്, ഞങ്ങൾ ബഹുമാനിക്കുന്നു. യുവർ പേഴ്സണൽ ബിലീഫ്സ്. ബിലീഫ്സ് എന്നാൽ വിശ്വാസങ്ങൾ. പേഴ്സണൽ എന്നാൽ വ്യക്തിപരമായിട്ടുള്ള. എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു. വി ഹാവ് നെവർ സെഡ്, ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിവേർ, ഒരിടത്തും. ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദാറ്റ്, ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കൽ. ഓർ, പ്രേയിങ് ഈസ് റോങ്. ഈസ് റോങ് എന്നാൽ തെറ്റാണ് എന്നുള്ള അർത്ഥമാണ്. പ്രേയിങ് എന്നാൽ പ്രാർത്ഥിക്കൽ. എങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റാണെന്ന് ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബട്ട് എന്നാൽ, വി ഓപ്പോസ്, ഞങ്ങൾ എതിർക്കുന്നു. ദി ഐഡിയ, ആശയത്തെ. ഓഫ് ഷോവിങ് ഗോഡ് ആസ് സുപ്പീരിയർ ഓവർ എവരിത്തിങ്. ഷോവിങ് എന്നാൽ പ്രകടമാക്കൽ, കാണിക്കൽ, ഇതൊക്കെയാണ് അർത്ഥം. ഓവർ എവരിത്തിങ് എന്നാൽ എല്ലാത്തിനും മുകളിൽ. സുപ്പീരിയർ എന്നാൽ ഉത്തമമായ എന്നുള്ള അർത്ഥമാണ്. ഷോവിങ് ഗോഡ് ആസ് സുപ്പീരിയർ ഓവർ എവരിത്തിങ്, ഇതിനർത്ഥം എല്ലാത്തിനും മുകളിലായിട്ട് ദൈവത്തെ പരമോന്നതമായിട്ട് അവതരിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓപ്പോസ് ദി ഐഡിയ എന്നാൽ ആശയത്തെ എതിർക്കുന്നു. എന്നാൽ എല്ലാത്തിനും മുകളിലായിട്ട് ദൈവത്തെ ഉയർത്തിക്കാട്ടുന്ന ആശയത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതാണ് അർത്ഥം. ബട്ട് വിഷ് ഓപ്പോസ് ദി ഐഡിയ ഓഫ് ഷോയിങ് ഗോഡ് ആസ് സുപ്പീരിയർ ഓവർ എവരിത്തിങ്. എല്ലാത്തിനും മുകളിലായിട്ട് ദൈവത്തെ ഉയർത്തിക്കാട്ടുന്ന ആശയത്തെ ഞങ്ങൾ എന്നാൽ എതിർക്കുന്നു. യു ആർ അപ്ഹോൾഡിങ്. അപ്ഹോൾഡ് എന്നാൽ അർത്ഥം ഉയർത്തിപ്പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. യു ആർ അപ്ഹോൾഡിങ് യുവർ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നാൽ വിശ്വാസം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ബൈ ഗിവിങ്, നൽകിക്കൊണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വലിയ
പ്രാധാന്യം നൽകിക്കൊണ്ട് ഒഫീഷ്യൽ പൊസിഷൻ ഔദ്യോഗിക സ്ഥാനം നൽകിക്കൊണ്ട് ടു എൻ അസ്ട്രോളജർ ഒരു ജ്യോത്സ്യന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ പൊസിഷൻ എന്നാൽ ഔദ്യോഗിക പദവി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ പൊസിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവി ഒരു ജ്യോത്സ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവി നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അത് നിങ്ങളുടെ ചോയ്സാണ്, അതായത് നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, ഇതാണ് അർത്ഥം. ദാറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് എന്നാൽ വേർ ഡസ് ഈ സാലറി കം ഫ്രം? സാലറി എന്നാൽ ശമ്പളം. ബട്ട് വേർ ഡസ് ഹിസ് സാലറി കം ഫ്രം അണ്ണ? അദ്ദേഹത്തിന് നൽകേണ്ട ശമ്പളം അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എന്നാൽ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അണ്ണ? വിജയ് വിളിച്ചുകൊണ്ട് ഈ നടി പറയുകയാണ്. ഈസിൻറ്റ് ഇറ്റ് ദ ടാക്സ് മണി ഓഫ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് അസ്? പീപ്പിൾ എന്നാൽ ജനങ്ങൾ, ലൈക്ക് അസ് എന്നാൽ ഞങ്ങളെപ്പോലത്തെ, ഓർഡിനറി പീപ്പിൾ എന്നാൽ സാധാരണ ജനങ്ങൾ. ടാക്സ് മണി നികുതി പണം, അത് ഞങ്ങളുടെ പോലത്തെ സാധാരണ ജനങ്ങളുടെ നികുതി പണമല്ലേ എന്നാണ് ഈ നടി ചോദിക്കുന്നത്. ജൂലി സെഡ് ഇൻ ദ വീഡിയോ, ഈ നടി ആയിട്ടുള്ള ജൂലി വീഡിയോയിൽ പറഞ്ഞു. അലോങ് വിത്ത് ദ വീഡിയോ, അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അലോങ് വിത്ത് ദ വീഡിയോ, ഈ വീഡിയോയുടെ കൂടെ ജൂലി ഹാസ് ഓൾസോ ഇൻക്ലൂഡഡ്, ജൂലി ഇതുകൂടെ ചേർത്തിട്ടുണ്ട്, ഇതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ ഓൾഡ് വീഡിയോ ഓഫ് വിജയ്, വിജയുടെ ഒരു പഴയ വീഡിയോ കൂടെ ജൂലി വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീച്ചിങ് അറ്റ് ഇലക്ഷൻ റാലീസ്, പ്രീച്ച് എന്നാൽ പ്രസംഗിക്കുക എന്നുള്ള അർത്ഥമാണ്. തിരഞ്ഞെടുപ്പ് റാലികളിൽ വിജയ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കൂടെ ജൂലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത്? ദാറ്റ് ഹി വിൽ നോട്ട് മിസ്യൂസ് പീപ്പിൾസ് മണി. മിസ്യൂസ് എന്നാൽ ദുർവിനിയോഗം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, ദുരുപയോഗം ചെയ്യുക. പീപ്പിൾസ് മണി എന്നാൽ ജനങ്ങളുടെ പണം. അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കൂടെ ജൂലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഞാൻ ജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യില്ല എന്ന്. ഈ പറയുന്ന വീഡിയോ കൂടെ ജൂലി മുമ്പ് പറഞ്ഞ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആസ് ദ വീഡിയോ വെൻറ്റ് വൈറൽ, വീഡിയോ വൈറലായപ്പോൾ കൊമൻസ് ആർ കമ്മിങ് ഇൻ ബോത്ത് സപ്പോർട്ട് ആൻഡ് ഓപ്പോസിഷൻ ടു വിജയ്. ഓപ്പോസിഷൻ എന്നാൽ വിമർശനം, സപ്പോർട്ട് എന്നാൽ പിന്തുണയ്ക്കുക, ബോത്ത് എന്നാൽ രണ്ടും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും വീഡിയോ വൈറലായപ്പോൾ കൊമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർ കമ്മിങ് എന്നാൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാധൻ പണ്ഡിറ്റ് പ്രിഡിക്റ്റ് എന്നാൽ പ്രവചിക്കുക എന്നുള്ള അർത്ഥമാണ്. രാധൻ പണ്ഡിറ്റ് പ്രവചിച്ചിരുന്നു ഇൻ 2024 ദാറ്റ് വിജയ് വുഡ് കം ടു പവർ ഇൻ തമിഴ്നാട്. 2024 രാധൻ പണ്ഡിറ്റ് പ്രവചിച്ചിരുന്നു വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുമെന്ന്. വിജയ് ടുക്ക് ദി ഓത്ത്, വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു ആസ് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയായിട്ട് ഓൺ ദ 7th 7-ാം തീയതി ഓൺ ദി അഡ്വൈസ് ഓഫ് രാധൻ പണ്ഡിറ്റ്. അഡ്വൈസ് എന്നാൽ ഉപദേശം. രാധൻ പണ്ഡിറ്റിൻ്റെ ഉപദേശപ്രകാരം വിജയ് 7-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഇറ്റ് വാസ് ആൻ ആസ്ട്രോളജിക്കലി ഓസ്പിഷ്യസ് ഡേ. ആസ്ട്രോളജിക്കലി എന്നാൽ അർത്ഥം ജ്യോതിഷപരമായി എന്നുള്ള അർത്ഥമാണ്. ഓസ്പിഷ്യസ് ഡേ എന്നാൽ ശുഭദിനം. ജ്യോതിഷപരമായിട്ട് അത് ഒരു ശുഭദിനമായിരുന്നു. അതുകൊണ്ട് 7-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തു.